2026 സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെറിയ കാര്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, അത് ചെറിയ കാര്യമല്ല, ബട്ട് വലിയ കാര്യമാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും ഭാഗ്യം ചെന്ന ആൾക്കാരാണ്. അഥവാ ആർക്കെങ്കിലും എത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തികളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് 2026 നമ്മൾ സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വിജയിക്കണമെങ്കിൽ അതിനു മുന്നേ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വിജയിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്നേഹിതർ, അവരും വിജയിക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. തികച്ചും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ ട്രൂത്ത് നിങ്ങളെ ധാരാളമായി സഹായിക്കും. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങളെ ട്രാൻസ്ഫോർമേഷൻ എത്തിക്കാനായിട്ട് വാട്ടർ ടെക്നിക്, ഹെൽത്തിന് എൻറ്റയർലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന വാട്ടർ ടെക്നിക്, അഫോർമേഷൻസ്, മണി അഫോർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ്, അതുപോലെ ഏതെങ്കിലും തരത്തിലൊരു സ്പീച്ചും. 5 മണി തൊട്ട് 5:30 വരെ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ നുറുങ്ങ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ലൈഫ് മാറും. എങ്ങനെയാണ്? നിങ്ങളുടെ ഡ്രൈവ് മാറുമ്പോൾ നിങ്ങളുടെ വൈബ് മാറും. നിങ്ങളുടെ വൈബ് മാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റ് ആക്കാൻ പറ്റും. അതിന് വേണ്ടത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ളോ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ നൽകിയ സപ്പോർട്ടിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, 2026 സ്വാഗതം ചെയ്യണ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് മുഴുവനും വൃത്തിയാക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്പേസ്, നിങ്ങൾ കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് ഉണ്ടല്ലോ, അവിടെ ക്ലീൻ ചെയ്യണം. ഓവറോൾ നിങ്ങളെ വീട് ക്ലീൻ ചെയ്താൽ മതിയാവുള്ളൂ. ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള എല്ലാം കളയണം. ഓക്കെ? ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവാം, ഒരു ഉപയോഗമില്ല, എന്നാലും കീപ്പ് ചെയ്തിട്ടുണ്ടാവും. സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ ആ സ്പേസ് ഫീൽ ചെയ്യാനായിട്ടുള്ള പുതിയ കാര്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓൾ ക്ലീൻ, എല്ലാം ക്ലീൻ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് മൈൻഡ് സെറ്റ് ചെയ്യണം. പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സമ്മാനങ്ങളാവാം, അത്ഭുതങ്ങളാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സിൽ ഗ്രോത്ത് ആവാം, ധാരാളം പണം വരുന്നതാവാം, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നേട്ടങ്ങളാവാം, ജോലിയിൽ നേട്ടങ്ങളാവാം, പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെല്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് 2026 ഇറങ്ങുമ്പോൾ തന്നെ ആ ഇൻറ്റൻഷൻ മനസ്സിൽ സെറ്റ് ചെയ്യണം. മൂന്നാമത്തെ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ബുക്ക് ഉണ്ടാവും. അങ്ങനെ പോട്ടെ, കുഴപ്പമില്ല. നിങ്ങളൊരു പുതിയ ബുക്ക് മേടിക്കുക. ഒരു 40 പേജിൻ്റെയോ അല്ലെങ്കിൽ 60 പേജിൻ്റെ 80 പേജിൻ്റെ ബുക്ക് മേടിക്കുക. ബുക്ക് മേടിച്ചിട്ട് 2025 നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് എഴുതുക. ഞാൻ ഇത്ര നമ്പർ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് അറിയാമല്ലോ. 2025 സ്റ്റാർട്ട് ചെയ്ത മുതൽ 2026 നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ 1, 2, 3 ഒറ്റ ഇരിപ്പിൽ എഴുതുകയും വേണ്ട. ഓക്കെ? ഓരോ ദിവസം കുറേശ്ശെ, അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ബുക്ക് എടുക്കുക. ഇന്ന കാര്യങ്ങൾ ലഭിച്ച് നന്ദി എഴുതുക. നിങ്ങൾ എത്രമാത്രം ഫീലിങ്സ്, ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത്, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ ആ ബുക്കിൽ എഴുതുന്നുണ്ടോ, അതിൻ്റെ 10 ഇരട്ടി, 20 ഇരട്ടി, 50 ഇരട്ടി, 100 ഇരട്ടി അനുഗ്രഹം നിങ്ങൾക്ക് 2026 കിട്ടിയിരിക്കും. ഞാനാണ് പറയുന്നത്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു എക്സ്പെരിമെൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം. ജീവിതം ഒരുപാട് മാറ്റം ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാറ്റം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മൂന്നാമത് പറഞ്ഞ പോയിന്റ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. 2025 ലഭിച്ച എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ബുക്കിൽ രേഖപ്പെടുത്തുക. നന്ദി എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ? ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ 2026 എൻ്റർ ആവണം മുന്നേ ചെയ്യുക. സുഹൃത്തുക്കൾക്കൂടെ തയ്ച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു മടിയും ഇല്ലാതെ ഇത് ചെയ്യുക. ഓക്കെ? ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. പുതിയ അതിമനോഹരമായിട്ടുള്ള കുറച്ചുകൂടെ ആഴമേറിയ നോളേജ് ഗ്രീൻ ട്രൂത്ത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഗ്രീൻ ട്രൂത്തിൻ്റെ 2026 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2026 എൻ്റെ വിജയവർഷം. നിങ്ങളെല്ലാവരും മനസ്സിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. 2026 എൻ്റെ വിജയവർഷം.
എൻ്റെ വിജയവർഷം. ഓക്കെ, ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. ഹാവ് എ വണ്ടർഫുൾ ഡേ. എല്ലാവർക്കും അതിമനോഹരമായിട്ടുള്ള വിജയങ്ങൾ നിറഞ്ഞ, സമ്പദ് സമൃദ്ധി ഐശ്വര്യം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ ഒരു പുതിയ വർഷം ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു ഓൾ.